നമ്മൾ ഓൾറെഡി ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ഫോർ ദ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. അപ്പം നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ എന്ന് പറയുന്ന ആൾ, ഇറ്റ്സ് ആക്ച്വലി ദ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് വെൻ വി എക്സ്പ്രസ് കെറ്റ് ആൽഫ ഇൻ ടേംസ് ഓഫ് ദ പൊസിഷൻ ഐഗൺ കെറ്റ്സ് കെറ്റ് എക്സ് പ്രൈം അല്ലേ. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണിത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത്. നമ്മുടെ എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ കെറ്റ്സ് ആണ് നമ്മുടെ കെറ്റ് എക്സ് പ്രൈം എന്ന് വിചാരിക്കാം. ആൻഡ് വി ഹാവ് എൻ ആർബിട്രറി സ്റ്റേറ്റ് ആൽഫ. സോ ഈ ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ നമുക്ക് ഈ എക്സ് പ്രൈം എന്ന് പറയുന്ന പൊസിഷൻ ഐഗൺ കെറ്റ്സിൻ്റെ ടേമിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ബൈ ഇൻട്രൊഡ്യൂസിങ് കംപ്ലീറ്റ്നെസ് റിലേഷൻ വി ക്യാൻ റൈറ്റ് കെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ദിസ് അല്ലേ. And from here we can write ket alpha is nothing but summation over x prime bra x prime ket alpha into ket x prime using the associative axiom of multiplication. So from there this is what we call as the wave function. So നമ്മുടെ സ്റ്റേറ്റിനെ എക്സ് പ്രൈം എന്ന് പറയുന്ന പൊസിഷൻ ഐഗൺ കെറ്റിൻ്റെ ടേമിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ് ആര്, നമ്മുടെ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിനകത്ത് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഇതൊക്കെ നിങ്ങൾ ഡിഗ്രിയിലെ വേവ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ പറയുന്നത്, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്തായിരുന്നു? ഇറ്റ് ഇസ് സൈ സ്റ്റാർ സൈ അല്ലേ, വിച്ച് ഇസ് മോഡ് സൈ ഓഫ് എക്സ് പ്രൈം കോമ ടി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് ഓഫ് ബ്രാ എക്സ് പ്രൈം കെറ്റ് ആൽഫ സ്ക്വയർ. ഓക്കെ, അതിനെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് യു നോ വാട്ട് ഇസ് മീൻ ബൈ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇപ്പം ഇഫ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓർ ഇഫ് വി ആർ അബൌട്ട് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് എ പാർട്ടിക്കിൾ വിത്തിൻ എ സ്മോൾ വോളിയം ഡി ക്യൂബ് എക്സ് പ്രൈം, നമ്മൾ ഈ ഒരു സ്പേസിനകത്ത് ഒരു സ്മോൾ എലമെൻ്റൽ വോളിയം ഡി ക്യൂബ് എക്സ് പ്രൈം എന്ന് പറയുന്ന വോളിയത്തിനകത്ത് നമ്മുടെ പാർട്ടിക്കിളിന് കാണാനുള്ള ചാൻസ് ഡിറ്റക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ദ പ്രോബബിലിറ്റി ഓഫ് റെക്കോർഡിംഗ് പോസിറ്റീവ് റിസൾട്ട് അറ്റ് ടൈം ടി ഈസ് ഗിവൺ ബൈ റോ ഓഫ് എക്സ് പ്രൈം ടി ഡി ക്യൂബ് എക്സ്. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് എന്ത്, റോ ഓഫ് എക്സ് പ്രൈം കോമ ടി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി അറിയുമ്പോൾ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് വോളിയം ആണ് അല്ലേ. 3 ഡയമെൻഷനിലേക്ക് വരുന്ന സമയത്ത് പ്രോബബിലിറ്റി പെർ യൂണിറ്റ് വോളിയം ആണ് എന്തെന്ന് പറയുന്നത്, റോ ഓഫ് എക്സ് പ്രൈം ടി എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും ഒരു സ്മോൾ എലമെൻ്റൽ വോളിയം ഡി ക്യൂബ് എക്സ് പ്രൈമിനകത്ത് നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി റോ എക്സ് പ്രൈം ടി ഇൻറ്റു ഡി ക്യൂബ് എക്സ് പ്രൈം ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നുണ്ട്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ നിങ്ങൾ ഇലക്ട്രോഡൈനാമിക്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെ ആയിരിക്കും. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇസ് ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു 0. ഇവിടെ നമ്മുടെ റോ എന്ന് പറയുന്ന ആളാരാണ്, നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. ആൻഡ് ജെ ഈസ് പ്രോബബിലിറ്റി ഫ്ലക്സ് ആണ് ജെ. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ജെ ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ബൈ 2m സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് ഡെൽ സൈ സ്റ്റാർ ഇൻറ്റു സൈ ആണ്. ഓക്കെ, അതാണ് ജെയുടെ എക്സ്പ്രഷൻ, which can also be written as h cross by m into imaginary part of psi star del psi. ഇതൊന്നുമില്ല, ഇത് ഈ ഒരു എക്സ്പ്രഷനിലേക്ക്, ഇവിടുന്ന് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അസ്യൂം psi star del psi ഈസ് കോംപ്ലക്സ്. ഓക്കെ, നമ്മളവിടെ psi star del psi എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് psi star del psi എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി a പ്ലസ് ഐ ബി, സം a പ്ലസ് ഐ ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഹാവ് സൈ ഡെൽ സൈ സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ നമ്പറിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി a മൈനസ് ഐ ബി ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സംഭവം നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് ഡെൽ സൈ സ്റ്റാർ ബി, അത് നമ്മൾ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം വി വിൽ ഹാവ് ഇറ്റ് ആസ് എ പ്ലസ് ഐ ബി മൈനസ് എ മൈനസ് ഐ ബി ആണ് വരിക അല്ലേ. എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും, 2IB മാത്രം അവിടെ ബാക്കിയാവും അല്ലേ.
മൈനസ് ഐ എച്ച് ജെ ആണ് മൈനസ് ഐ എച്ച് ക്രോസ് ബൈ 2m ഇൻറ്റു 2IB എന്ന് വരും. ഓക്കെ, സോ ഈ ഐയും കൂടെ ഐ സ്ക്വയറും ആ മൈനസും കൂടെ പോവും. ദെൻ വി വിൽ ഹാവ് എച്ച് ക്രോസ് ബൈ എം ഇൻറ്റു ബി എന്ന് വരും. ഈ ബി എന്ന് പറയുന്ന ആൾ ആരാണ്? നമ്മുടെ സൈ സ്റ്റാർ ഡെൽ സൈയുടെ ഇമേജിനറി പാർട്ടാണ് അല്ലേ? ഇതാണ് റിയൽ പാർട്ട്, ഇതാണ് ഇമേജിനറി പാർട്ട്. സോ വി ക്യാൻ റൈറ്റ് ജെ ആസ് ജെ ഇസ് ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ എം ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സൈ സ്റ്റാർ ഡെൽ സൈ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു കാര്യം ചെയ്യുന്നത്, നമ്മുടെ ജെയിൽ നിന്ന് ഹൗ ഇസ് ജെ റിലേറ്റഡ് ടു പി എന്ന് പറയുന്നത്, വി ക്യാൻ സി ഇൻ്റഗ്രൽ ഡി ക്യൂബ് എക്സ് ഇൻറ്റു ജെ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പി ഓർ എക്സ്പെക്റ്റേഷൻ പി ഡിവൈഡഡ് ബൈ എം ആയിരിക്കും. ഓക്കെ, എക്സ്പെക്റ്റേഷൻ പി എന്ന് പറയുന്നത് നമ്മുടെ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് അറ്റ് ടൈം ടി. ഓക്കെ, അതും ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ ജെ ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് അല്ലേ, സൈ സ്റ്റാർ ഡെൽ സൈ. ഇവിടെ ആക്ച്വലി നമുക്ക് ഈ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്ന് പറയുന്നത്, ഈ എക്സ്പ്രഷനകത്തെ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മുടെ മൊമെൻറ്റം ഓപ്പറേറ്ററാണ് അല്ലേ, പി എന്ന് പറയുന്ന ആളാണ്. സോ ദിസ് ഇസ് ആക്ച്വലി സൈ സ്റ്റാർ പി സൈ ആണ്. ഈ ഒരു മൈനസ് ഐ എച്ച് ക്രോസിനെ നമ്മൾ ഈ ഡെല്ലിൻ്റെ കൂടെ ക്ലബ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് 1/2m, അതായത് മൈനസ് 1/2m അവിടെ ഉണ്ടാവും. ദെൻ മൈനസ് ഉണ്ടാവില്ല, മൈനസ് ഐ എച്ച് ക്രോസ് നമ്മൾ പിയുടെ കൂടെ പോകും. സോ എച്ച് ക്രോസ് ബൈ 2m സൈ സ്റ്റാർ പി സൈ എന്നാണ് ഈ ഒരു സംഭവം വരിക അല്ലേ. ദെൻ അഗെയിൻ ഈ മൈനസ് ഐ എച്ച് ക്രോസും ഇവിടുത്തെ നമ്മുടെ ഡെല്ലിൻ്റെ കൂടെ, ഈ ഡെല്ലിൻ്റെ കൂടെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ ഡെൽ എന്ന് പറയുന്ന ആൾ വരുന്നത് ആരുടെ കൂടെയാണ്? നമ്മുടെ സൈ സ്റ്റാറിൻ്റെ കൂടെയാണ് അല്ലേ. അതായത് സൈ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഡ്യുവൽ സ്പേസിലെ ബ്രാസ് സ്പേസിലെ വേവ് ഫംഗ്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. സോ സൈ സ്റ്റാറിൻ്റെ കൂടെയാണ് നമുക്കിവിടെ ഡെല്ല് വരുന്നത്. സോ എഗെയിൻ അവിടെ നമ്മൾ ആ ഒരു മൈനസ് ഐ എച്ച് ക്രോസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ പ്ലസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്നാവും. പ്ലസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്ന് പറയുന്നത് നമ്മുടെ ബ്രാസ് സ്പേസിലെ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണ് അല്ലേ. സോ ഇവിടെ സൈ സ്റ്റാർ പി സൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി സൈ സ്റ്റാർ പി സൈ. നമ്മളിപ്പം ഒരു ഒബ്സർവബിൾ എ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എ സൈ ഇൻറ്റു ഡി ടോ ആണ് അല്ലേ. അപ്പം ഇവിടെയും സെയിം സംഭവമാണ് വരുന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി എക്സ്പെക്റ്റേഷൻ പി ആണ്. ഇതും എക്സ്പെക്റ്റേഷൻ പി വരും, ഇതും എക്സ്പെക്റ്റേഷൻ പി വരും, വിച്ച് ഇസ് 2 times എക്സ്പെക്റ്റേഷൻ പി ആണ് ഈ കാണുന്നത്. സോ 2 times എക്സ്പെക്റ്റേഷൻ പി ആയതുകൊണ്ട് ആ 2 and 2 ഗെറ്റ് ക്യാൻസൽഡ്. ദെൻ വി വിൽ ഹാവ് എക്സ്പെക്റ്റേഷൻ പി ബൈ എം എന്ന് വരും. ഈ ഒരു ഇക്വേഷനെ ജെ ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ ഡി ക്യൂബ് എക്സ് ജെ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ജെ ഓഫ് എക്സ് കോമ ടി ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ പി ബൈ എം എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ഷ്രോഡിഞ്ചർ ആണ് നമ്മുടെ ഈ ഒരു മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്ന സംഭവത്തിന്, സൈ സ്റ്റാർ സൈ എന്ന് പറയുന്ന സംഭവത്തിന് മാറ്റർ ഡെൻസിറ്റി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇ ഇൻറ്റു സൈ സ്ക്വയറിനെ ഹി ഇൻ്റർപ്രറ്റഡ് ഇറ്റ് ആസ് ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി, ആക്ച്വലി ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി ആയിട്ടും ഇൻ്റർപ്രറ്റ് ചെയ്തു. ആൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേറൊരു സംഭവം, നമ്മളിപ്പം ഈ ഒരു സൈ എന്ന് പറയുന്ന നമ്മളിപ്പം പൊസിഷൻ മെഷർമെൻറ്റിൻ്റെ ടേമിൽ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഈ ഒരു ആറ്റോമിക് ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആറ്റോമിക് ഇലക്ട്രോണിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷൻ നമുക്കുണ്ട് അല്ലേ, സൈ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ ഫില്ലിംഗ് അപ്പ് എ ഫൈനൈറ്റ് റീജിയൻ ഓഫ് സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ്, അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ന്യൂക്ലിയസിൻ്റെ അടുത്ത് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഫില്ല് ചെയ്ത് കിടക്കുന്ന ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മൈക്രോസ്കോപ്പിക് ലെവലിലാണ് നിൽക്കുന്നത്. സോ വി ക്യാൻ എക്സ്പെക്ട് ഇൻ ദാറ്റ് വേ അല്ലേ.
അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇലക്ട്രോണിൻ്റെ മെഷർമെൻറ്റ് നടത്തുകയാണ്, പൊസിഷൻ മെഷർമെൻറ്റ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഈ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇറ്റ് ഷ്രിങ്സ് ടു എ പോയിൻ്റ് ലൈക്ക് പാർട്ടിക്കിൾ. അപ്പം ആ ഒരു രീതിയിലും നമ്മൾ ഈ ഒരു വേവ് ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഏറ്റവും കറക്റ്റായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ തന്നെയാണ്. അതായത് മോഡ് സൈ സ്ക്വയർ എന്ന് പറയുന്നതിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്തത്. അത് ആരാണ്, ബോണാണ് അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത്. ഇതിന് മുന്നേ പറഞ്ഞ ആ രണ്ടും, അതായത് ഷ്രോഡിഞ്ചറിൻ്റെ ആണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളാണ്, മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളാണ്. സോ അതുകൊണ്ട് ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ബോണിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ്, ഇൻ വിച്ച് വി ഹാവ് കൺസിഡേർഡ് മോഡ് സൈ സ്ക്വയർ ആസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഓക്കെ, ഇനി അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് നമ്മൾ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്നതിന്, സൈ ഓഫ് എക്സ് ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോ എന്ന് പറയുന്ന ആൾ ആരാണ്, സൈ സ്റ്റാർ സൈ ആണ് അല്ലേ. റോ ഈസ് സൈ സ്റ്റാർ സൈ, അല്ലെങ്കിൽ മോഡ് സൈ സ്ക്വയർ ആണ് എന്ത്, റോ എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് സൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റോ ഓഫ് എക്സ് കോമ ടി എന്ന് എഴുതാം. ആൻഡ് നമ്മൾ അവിടെ ഒരു ഫേസ് ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ്. ഫേസ് ഫാക്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് എക്സ്പൊണൻഷ്യൽ ഐ ഇൻറ്റു എസ് ഓഫ് എക്സ് കോമ ടി ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ്. ഓക്കെ, നമ്മൾ ആ ഒരു വേവ് ഫംഗ്ഷൻ്റെ കൂടെ ഒരു ഫേസ് ഫാക്ടറും കൂടെ കൊടുത്തിരിക്കുന്നു. സോ വിത്ത് ദിസ് വേവ് ഫംഗ്ഷൻ, നമ്മൾ ഈ ഒരു വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ സൈ സ്റ്റാർ ഡെൽ സൈ കാണുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദിസ് റിസൾട്ട്. സൈ സ്റ്റാർ ഡെൽ സൈ എങ്ങനെ കാണുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സൈ സ്റ്റാർ ഡെൽ സൈ എന്താണ്, മൈനസ് ഐ എച്ച് ക്രോസ് ബൈ 2m ഇൻറ്റു സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് ഡെൽ സൈ സ്റ്റാർ സൈ ആണ് എന്ത്, ജെ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത്. സോ ജെ ഓഫ് എക്സ് ടി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ സൈ സ്റ്റാർ ഡെൽ സൈ കാണുന്നത്. സൈ സ്റ്റാർ ഡെൽ സൈ നമ്മുടെ ഈ ഒരു ഗിവൺ വേവ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ സൈ സ്റ്റാർ ഡെൽ സൈ കാണുമ്പം വി വിൽ ഹാവ് ഇറ്റ് ആസ് സൈ സ്റ്റാർ ഡെൽ സൈ ഇസ് ഈക്വൽ ടു റൂട്ട് റോ ഡെൽ റൂട്ട് റോ പ്ലസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു റോ ഡെൽ എസ് എന്ന് വരും. ഓക്കെ, അതിനകത്ത് നമുക്ക് ജെ എന്ന് പറയുന്നതിന് നമ്മുടെ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് യു ക്യാൻ യൂസ് ഐദർ ഓഫ് ദി ഇക്വേഷൻസ്. നമുക്ക് ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു യൂസ് ദ സെക്കൻഡ് ഇക്വേഷൻ, കാരണം നമുക്ക് അത് കുറച്ചുകൂടെ സിമ്പിളാണ് അല്ലേ. എന്താണ്, എച്ച് ക്രോസ് ബൈ എം ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സൈ സ്റ്റാർ ഡെൽ സൈ ആണ്. സോ എച്ച് ക്രോസ് ബൈ എം ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സൈ സ്റ്റാർ ഡെൽ സൈ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് 1 ബൈ എച്ച് ക്രോസ് ഇൻറ്റു റോ ഡെൽ എസ് ആണ് അല്ലേ. ഇമാജിനറി, ഇതിൽ ഇമാജിനറി പാർട്ട് 1 ബൈ എച്ച് ക്രോസ് ഇൻറ്റു റോ ഡെൽ എസ് ആണ്. സോ വി വിൽ ഹാവ് ജെ ഇസ് ഈക്വൽ ടു റോ ഡെൽ എസ് ബൈ എം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻസ് ഞാൻ കാണിക്കുന്നില്ല, സിമ്പിൾ ആയതുകൊണ്ട്. വി ഹാവ് ഒബ്റ്റെയിൻഡ് സൈ സ്റ്റാർ ഡെൽ സൈ. സോ ജസ്റ്റ് ഗെറ്റ് ജെ ഫ്രം ദ ഇക്വേഷൻ എച്ച് ക്രോസ് ബൈ എം ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് സൈ സ്റ്റാർ ഡെൽ സൈ എന്ന്. സോ ഇവിടെ ജെ എന്ന് പറയുന്ന ആൾ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഡെൽ എസ് അല്ലേ, ഡെൽ എസുമായിട്ട് റിലേഷൻ വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് എന്ന് പറയുന്ന ആളാരായിരുന്നു, നമ്മുടെ വേവ് ഫംഗ്ഷനിൽ നമ്മൾ അതിൻ്റെ ഫേസ് ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്ത സമയത്ത് ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു എസ് എന്ന് പറയുന്നത് അല്ലേ. സോ വാട്ട് വി ക്യാൻ കൺക്ലൂഡ് ഈസ് ഗ്രേഡിയൻ്റ് ഓഫ് ഫേസ് ഡെൽ എസ്, ഗ്രേഡിയൻ്റ് ഓഫ് ഫേസ് കണ്ടെയ്ൻസ് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. നമ്മുടെ ഈ ഒരു ഡെൽ എസ് എന്ന് പറയുന്ന ആൾ ജെയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലേ. അതായത് സ്പേഷ്യൽ വേരിയേഷൻ ഓഫ് ഫേസ് അല്ലേ. ഡെൽ എന്ന് പറയുമ്പം സ്പേഷ്യൽ വേരിയേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്പേഷ്യൽ വേരിയേഷൻ ഓഫ് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാരക്ടറൈസസ് ദ പ്രോബബിലിറ്റി ഫ്ലക്സ് അല്ലേ. ജെയെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഡെൽ എസ് ആണ്. ജെ ഈസ് റിലേറ്റഡ് ടു ഡെൽ എസ്. ഓക്കെ, സോ ദ സ്പേഷ്യൽ വേരിയേഷൻ ഓഫ് ദ ഫേസ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ ക്യാരക്ടറൈസസ് ദ പ്രോബബിലിറ്റി ഫ്ലക്സ്. അതുപോലെ നമ്മൾ ഡയറക്ഷൻ നോക്കുകയാണെങ്കിലും നമുക്ക് ജെ എന്ന് പറയുന്നത് വെക്ടറാണ് നമുക്കറിയാം. ഡെൽ എസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും,
എസ്സിന് നോർമലായിരിക്കും അല്ലേ. നമ്മളിപ്പം ഫൈ എന്ന് പറയും, ഫൈ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സർഫസ് എടുക്കുകയാണെങ്കിൽ ഡെൽ ഫൈ എന്ന് പറയുന്ന ആളുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഫൈ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന സർഫസിന് പെർപെൻഡിക്കുലറാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ജെ എന്ന് പറയുന്ന ആളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എസ് ആണ് അല്ലേ. സോ വി ക്യാൻ സേ ദ ഡയറക്ഷൻ ഓഫ് ജെ അറ്റ് സം പോയിൻ്റ് എക്സ് is seen to be normal to the surface of constant phase അല്ലേ. എസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഡെൽ എസ് എന്ന് പറയുന്ന ആളുടെ ഡയറക്ഷൻ. സോ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ജെ. ഓക്കെ, സോ വി ക്യാൻ സേ ദ ഡയറക്ഷൻ ഓഫ് ജെ അറ്റ് സം പോയിൻ്റ് എക്സ് ഈസ് സീൻ ടു ബി നോർമൽ ടു ദ സർഫസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ദാറ്റ് ഗോസ് ത്രൂ ദാറ്റ് പോയിൻ്റ്. ഓക്കെ, എസ് എന്ന് പറയുന്ന ആളാരാണ്? ഫേസ് ആണ്. ഓക്കെ, സോ ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ ഒരു പ്ലെയിൻ വേവിൻ്റെ കേസിൽ ജസ്റ്റ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പ്ലെയിൻ വേവിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, നമുക്ക് പ്ലെയിൻ വേവിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? എക്സ്പൊണൻഷ്യൽ ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലേ. ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ്. സോ അതിൽ കെ എന്ന് പറയുന്ന ആൾ നമുക്ക് പി ബൈ എച്ച് ക്രോസ്, ഇത് 3 ഡയമെൻഷനിലാണ് എടുത്തത്, അതുകൊണ്ടാണ് ഇതെല്ലാം വെക്റ്റർ വരുന്നത്. ബോൾഡഡ് എവിടെയുണ്ടോ അവിടെയൊക്കെ കൺസിഡർ ചെയ്യുക ഇറ്റ് ഇസ് 3 ഡയമെൻഷനൽ. ഓക്കെ, സോ ഐ കെ എക്സിൽ കെ നമുക്ക് പി ബൈ എച്ച് ക്രോസ് കൊടുക്കാം, ഒമേഗ നമുക്ക് ഇ ബൈ എച്ച് ക്രോസ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമുക്ക് ഡെൽ എസ്, നമ്മുടെ എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ് ഇവിടെ? എസ് എങ്ങനെയായിരുന്നു നമ്മൾ ഫോം കൊടുത്ത്? ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു എസ് ഓഫ് എക്സ് കോമ ടി ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് പി ഡോട്ട് എക്സ് മൈനസ് ഇ ടി ആണ് അല്ലേ. പി ഡോട്ട് എക്സ് മൈനസ് ഇ ടി ആണ് നമ്മുടെ എസ് ഇവിടുത്തെ കേസിൽ. ആൻഡ് ഇഫ് വി ഫൈൻഡ് ഡെൽ എസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് പി എന്നാണ് കിട്ടുക അല്ലേ. കാരണം ഇവിടെ സെക്കൻഡ് ടേമിൽ ടൈം ഡിപ്പെൻഡൻസ് ആണ് വരുന്നത്. അവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡെൽ ഒരു കോൺട്രിബ്യൂഷനും വരില്ല. സോ വി വിൽ ഹാവ് ഡെൽ എസ് എന്ന് പറയുന്നത് എന്താണ്? പി ആണ്. ഓക്കെ, ഡെൽ എസ് ഈക്വൽ ടു പി എന്നാണ് വരുന്നത്. സോ ഡെൽ എസ് ഈക്വൽ ടു പി ആൻഡ് നമ്മുടെ ഇവിടെ ഡെൽ എസ് ബൈ എമ്മിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കോൾ ഇറ്റ് ആസ് വെലോസിറ്റി അല്ലേ. ഡെൽ എസ് എന്ന് പറയുന്നത് പി ആണെങ്കിൽ നമുക്ക് ഡെൽ എസ് ബൈ എമ്മിന് വെലോസിറ്റി എന്ന് കൊടുക്കാൻ പറ്റും. ആൻഡ് വിത്ത് ദാറ്റ് വി ക്യാൻ റൈറ്റ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആസ് ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡെൽ ഡോട്ട് ജെ. ഡെൽ ഡോട്ട് ജെ വന്നിടത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ജെയുടെ സ്ഥാനത്ത് ജെ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു? റോ ബൈ എം ഇൻറ്റു ഡെൽ എസ് ആയിരുന്നു അല്ലേ. ഡെൽ എസ് ബൈ എമ്മിന് നമ്മൾ വി എന്ന് കൊടുത്തു. സോ വി ക്യാൻ റൈറ്റ് ഡെൽ ഡോട്ട് റോ ഇൻറ്റു വി ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഫ്ലൂയിഡ് ഡയനാമിക്സിൽ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈ ഒരു ഫോമിലാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ക്ലാസിക്കൽ ലിമിറ്റാണ് പറയുന്നത്. ക്ലാസിക്കൽ ലിമിറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ഈ വേവ് മെക്കാനിക്സിൻ്റെ ക്ലാസിക്കൽ ലിമിറ്റ് എപ്പോഴാണ്, അതിനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന നമ്മുടെ സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന്, ഇയാളെ ആ വേവ് ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഇക്വേഷനിലേക്ക്, നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു ഫോം ഫുള്ളായിട്ട് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു ഫോമാണ് കിട്ടുക. ആൻഡ് ഇതിനകത്ത് നമ്മളൊരു കണ്ടീഷൻസ് അസ്യൂം ചെയ്യാണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് എച്ച് ക്രോസ് മോഡ് ഡെൽ സ്ക്വയർ ഇസ് മച്ച് ലെസ് ദാൻ ഡെൽ എസ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ. അതായത് നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കവിടെ എച്ച് ക്രോസ് എന്ന് പറയുന്ന ആൾ വരുന്നില്ല അല്ലേ. എച്ച് ക്രോസ് എന്ന് പറയുന്ന ആളുടെ ഇൻട്രൊഡക്ഷൻ വരുന്നത് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴാണ്. സോ നമ്മൾ എച്ച് ക്രോസ് എന്ന് പറയുന്ന ആൾ വെരി സ്മോൾ ക്വാണ്ടിറ്റി എന്നുള്ള ഒരു കൺസിഡറേഷൻ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടുത്തെ ഈ ഒരു ടേംസ്, അതായത് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ ടേംസിനകത്ത് എക്സ്പ്ലിസിറ്റായിട്ട് എച്ച് ക്രോസ് വരുന്ന ടേംസ് എല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, എച്ച് ക്രോസ് വരുന്ന ടേംസ് എല്ലാം ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഇക്വേഷൻ കിട്ടുക. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ടേമിൽ എച്ച് ക്രോസ് വരും, ഇതിലും എച്ച് ക്രോസ് വരും, പക്ഷേ ഇതിനകത്ത് എച്ച് ക്രോസ് വരുന്നില്ല അല്ലേ. ഇവിടുത്തെ എച്ച് ക്രോസ് സ്ക്വയറും ഇവിടുത്തെ എച്ച് ക്രോസ് സ്ക്വയറും കൂടെ ക്യാൻസൽ ആവും.
ദെൻ ഈ ഒരു ടേമിനകത്താണ് നെക്സ്റ്റ് എച്ച് ക്രോസ് വരാത്തത്. ദെൻ ഈ ഒരു ടേം. സോ അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എച്ച് ക്രോസ് വരാത്ത ടേംസ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഹാവ് ദ ഇക്വേഷൻ ഇൻ ദിസ് ഫോം. ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും, വിച്ച് ഇസ് നത്തിങ് ബട്ട് അവർ ഹാമിൽട്ടൺ-ജാക്കോബി ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും ഹാമിൽട്ടൺ-ജാക്കോബി ഇക്വേഷൻ വിത്ത് എസ് എന്ന് പറയുന്ന ആൾ ഇവിടെ ആരാണ്? ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ വി ക്യാൻ സേ ഇൻ ദ ലിമിറ്റ് എച്ച് ക്രോസ് ടെൻഡിങ് ടു 0, എച്ച് ക്രോസ് ടെൻഡിങ് ടു 0 എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ എടുത്തത് അല്ലേ? എച്ച് ക്രോസ് മച്ച് സ്മോളർ എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് എടുത്തത്. സോ ഇൻ ദ ലിമിറ്റ് എച്ച് ക്രോസ് ടെൻഡിങ് ടു 0, ദ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ ഷ്രോഡിഞ്ചേഴ്സ് വേവ് മെക്കാനിക്സ് കണ്ടെയ്ൻ ക്ലാസിക്കൽ മെക്കാനിക്സ്. ഓക്കെ, സോ എച്ച് ക്രോസ് ടെൻഡിങ് ടു 0 എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിലാണ് നമുക്ക് അവിടെ ക്ലാസിക്കൽ മെക്കാനിക്സ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. വിത്ത് ടൈം ഡിപ്പെൻഡൻസ് നമ്മുടെ എക്സ്പൊണൻഷ്യൽ -IE/h ക്രോസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ വെച്ച് വരുന്ന സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു ഹാമിൽട്ടൺ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എസിൻ്റെ കേസിൽ നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ട് വേറെയും അതുപോലെ പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് പാർട്ട് വേറെയുമായിട്ട് എഴുതാനായിട്ട് പറ്റും. സോ അങ്ങനെ നമുക്ക് ഈ ഹാമിൽട്ടൺ പ്രിൻസിപ്പൽ ഫംഗ്ഷന് സെപ്പറബിൾ ആവുന്ന കേസസിൽ അവിടെ നമുക്ക് എന്തുണ്ടാവും? W(x) എന്ന് പറയുന്ന ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനും കൂടെ നമുക്ക് അവിടെ വരും. ഓക്കെ, നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്ത സംഭവമാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഹാമിൽട്ടൺ പ്രിൻസിപ്പൽ ഫംഗ്ഷനെ നമ്മൾ എക്സ് ഡിപ്പെൻഡൻസ് വരുന്ന ഒരു ടേമായിട്ടും അതുപോലെ ടൈം ഡിപ്പെൻഡൻസ് വരുന്നതുമായിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തെ എക്സ് ഡിപ്പെൻഡിങ് പാർട്ടിനെയാണ് നമ്മൾ ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഇതിനകത്ത് പറയുന്നത്. ദെൻ ഇവിടെ കുറച്ച് അതിൻ്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട്സ് കുറച്ച് പറയുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ.